മലേഷ്യൻ പ്രധാനമന്ത്രി ആദ്യമായാണ് ഒരു ലോക നേതാവിന് ഇത്രയും വലിയ ബഹുമാനവും ആദരവും സ്നേഹവും കൊടുക്കുന്നത്. നരേന്ദ്രമോദി മലേഷ്യയിൽ എത്തിയപ്പോൾ നേരിട്ട് ചെന്നാണ് അൻവർ ഇബ്രാഹിം അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവരുന്നത്. അത് ഇന്ത്യക്ക് ഒരു അഭിമാനം തന്നെയാണ്. നമ്മുടെ പുടിൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഡൽഹിയിലും നരേന്ദ്രമോദിയുമായി ഒരുമിച്ച് ഒരു കാറിലാണ് സഞ്ചരിച്ചത്. ചൈനയിൽ ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്ന സമയത്തും ഇതുപോലെ പുടിന്റെ കാറിൽ 45 മിനിറ്റോളം ഔറസ് കാറിൽ മോദി പുടിനുമായി ചില സംഭാഷണങ്ങൾ നടത്തി എന്നുള്ള ഒരു കാർ ഡിപ്ലോമസി എന്ന് പറയുന്നത് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാക്കുകയാണ് നരേന്ദ്രമോദി. അതായത് നയതന്ത്ര മുന്നേറ്റത്തിനപ്പുറം നേതാക്കളും ഇന്ത്യയും തമ്മിലുള്ള ഒരു സൗഹൃദം കൂടി മെച്ചപ്പെടുത്താൻ മോദി നന്നായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല നേതാക്കന്മാരുമായും ഇതുപോലെയുള്ള സംസാരങ്ങൾ ഇപ്പൊ UAE-യിൽ നിന്നും നേതാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ മോദിയുടെ ഒരു നീക്കം, അത് ഇപ്പൊ മോദി ലോകരാജ്യങ്ങളിൽ വെറുതെ സഞ്ചരിക്കുന്നു എന്നാണ്, മോദി ടൂർ അടിക്കുന്നു എന്നാണ് നേരത്തെ ഒക്കെ പ്രതിപക്ഷം കോൺഗ്രസ് ഒക്കെ ആരോപിച്ചുകൊണ്ടിരുന്നത്. വെറുതെ മോദി അങ്ങ് പോകുന്നു എന്നൊക്കെയാണ്. പക്ഷെ മോദി പോകുന്നതിനൊക്കെ വലിയ ഇന്ത്യക്ക് അതുകൊണ്ട് വലിയ ഗുണമുണ്ട് എന്നുള്ളത് ഈ അടുത്ത സമയത്താണ് ഇന്ത്യക്കാർക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയത്. മോദിയുടെ മലേഷ്യൻ യാത്ര എങ്ങനെ കാണാം? മോദി മലേഷ്യയിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വംശജരുള്ള ഒരു രാജ്യത്തിനകത്ത് വരുന്നതാണ് മലേഷ്യ. അപ്പോൾ അദ്ദേഹം അവിടെ പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സ്വീകരണ പരിപാടികൾ എവിടെ മോദി എന്നാലും അത് വലിയ ചർച്ചയാണ്. ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ലോകതലത്തിലൊക്കെ ചർച്ചയാണല്ലോ. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരു കാർ ഡിപ്ലോമസി, അതായത് ഇത് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു പുടിനാന്ന് തോന്നുന്നു. ഈ ചൈനയിൽ വെച്ച് അദ്ദേഹത്തെ ഒരുപക്ഷെ പേഴ്സണലി അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ചാര സംഘത്തിനും കണ്ടെത്താം. അമേരിക്കയും ചൈനയുടെ ചാര സംഘടനയും അല്ലെങ്കിൽ അവരുടെ ഒരു നെറ്റ്വർക്കും എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാനും ഒരു ചാരക്കണ്ണുകൾക്കും കടക്കാൻ പറ്റാത്ത ഇടമാണ് ഇദ്ദേഹം പുടിൻ്റെ കാർ. ആ കാറിലാണ് പുള്ളി എവിടെ പോയാലും അദ്ദേഹം ചെല്ലുന്നതിന് മുമ്പേ കാർ അവിടെ ചെന്നിരിക്കും. അദ്ദേഹം ആ കാറിലേ സഞ്ചരിക്കത്തുള്ളൂ. കാരണം സുരക്ഷാ വിട്ടുവീഴ്ച ഇല്ലാത്തതും ആരെയും വിശ്വസിക്കാത്തതുമായിട്ടുള്ള നേതാവാണ് പുടിൻ. അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് സംസാരിച്ചു. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല എന്നും പല ഗോസിപ്പുകളും മാധ്യമങ്ങൾ ദേശീയ തലത്തിലും അല്ലെങ്കിൽ ലോക നിലവാരത്തിലുള്ള മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞു. പക്ഷെ അവരുമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ അവരതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഞാനും മോദിയും തമ്മിൽ ഇരുന്നാൽ സംസാരിച്ചു പോകും. ഒരുപക്ഷെ രണ്ട് നേതാക്കന്മാർ ഇരിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ അത്രക്ക് സൗഹൃദമാണ്. എത്ര മണിക്കൂർ സംസാരിച്ചാലും തീരാത്തോളം ഉള്ള അല്ലെങ്കിൽ തീരാത്തോളമുള്ള സംസാരിക്കാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ് മോദി എന്നുള്ള രീതിയിൽ പുടിനെന്ന് സംസാരിച്ചു. പിന്നെ രണ്ടാമത് പുടിൻ ഇവിടെ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ നമ്മൾ ഓരോ ലോക നേതാക്കന്മാരുടെയും ഓരോ ചലനങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ, ഇതൊക്കെ ഒരു മെസ്സേജ് തന്നെയാണ്. പുടിൻ ഇവിടെ വന്നപ്പം കാറിൽ കയറ്റി മോദി കൊണ്ടുവന്നു. പക്ഷേ പുടിൻ കയറിയത് ആരുടെ കാറിലാണെന്ന് അറിയാമോ? ടൊയോട്ട അല്ലെങ്കിൽ ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു വാഹനം അല്ലേ? അല്ലെങ്കിൽ ജപ്പാനിൽ നിർമ്മിക്കുന്ന ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്കിംഗ് ഇന്ത്യ അല്ലെ, മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. രണ്ടാമത് എന്തുകൊണ്ടാണ് പുടിൻ കാറ് കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ടാണ് പുടിൻ കക്കൂസ് കൂടെ കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ടാണ് പുടിൻ മരം പോലും തിരിച്ചു കൊണ്ടുപോകുന്നത്? അപ്പൊ ആ പുടിൻ ഒരാശങ്കയുമില്ലാതെ ഇന്ത്യയിൽ വന്നപ്പോൾ വേറെ എവിടെ ചെല്ലുമ്പോഴും അദ്ദേഹത്തിന്റെ കാറും അദ്ദേഹത്തിന്റെ സംവിധാനവും അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ അതിനെ വിശ്വസിച്ചിട്ടേ ഉള്ളൂ വേറെ. പക്ഷെ ഇന്ത്യ വന്നപ്പം നരേന്ദ്രമോദി പറഞ്ഞ കാറിൽ കയറി, നരേന്ദ്രമോദി പറഞ്ഞിടത്ത് പോയി, നരേന്ദ്രമോദി ഒരുക്കിയ വിരുന്നിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന അത്രയും. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇന്ന് വൈകിട്ട് വന്നാൽ നാളെ വൈകിട്ട് വരെയുള്ള സമയം ക്ലിപ്തത അനുസരിച്ച കാര്യങ്ങൾ. പക്ഷെ അതെല്ലാം തെറ്റിച്ചായിരുന്നു പുടിൻ എന്നറിയാമോ? അദ്ദേഹം മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ചർച്ചയ്ക്ക് എടുത്ത് 1 മണിക്കൂർ തീരുമാനിച്ചതിനപ്പുറം പോയി. അപ്പം അത് വലിയൊരു മെസ്സേജാണ്. ഇന്ത്യ അത്ര സുരക്ഷിതമാണ്, ഇന്ത്യയെ അത്രയ്ക്ക് വിശ്വസിക്കാം. ഇന്ത്യയുടെ സംവിധാനത്തിനകത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ പുടിൻ റഷ്യയിൽ അല്ലെ ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനത്തിനെ കാട്ടിലും വിശ്വാസയോഗ്യമാണ് എന്നുള്ള രീതിയിൽ ഒരു ലോക നേതാവിൻ്റെ മെസ്സേജ് കൂടിയാണ്. നമ്മളത് മനസ്സിലാക്കണം. ഇപ്പം അതിനുശേഷം കാറിനകത്തുള്ള ഡിപ്ലോമസി. ഇപ്പം ഇവിടെ പല നേതാക്കന്മാരും ശേഷം എനിക്കൊന്ന് ഖത്തറിൽ നിന്ന് അല്ലല്ല കഴിഞ്ഞ ദിവസം 3 മണിക്കൂർ UAE അദ്ദേഹം വന്നപ്പോഴും കാറിൽ കയറ്റിയാണ് കൊണ്ടുവന്നത്. ഇപ്പം എനിക്കൊന്ന് മലേഷ്യയിൽ ഇവിടുന്ന് വേറെ ചില 1-2 രാജ്യങ്ങൾ പോയപ്പോഴും ജോർദാനിലും അങ്ങനെയായിരുന്നു. കാരണം അതാത് രാജ്യത്തിന്റെ നേതാക്കന്മാർ ഡ്രൈവറായിട്ട് മോദിയെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അപ്പൊ ഇവിടെയും ആ രീതിയിലാണ്. പിന്നെ ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ പോക്കിനകത്ത് ഇപ്പൊ ഇരിക്കുന്ന ഭരണാധികാരി നരേന്ദ്രമോദിയുടെ ആരാധകനാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. മുൻപേ ഇരുന്ന ഭരണാധികാരി ഇസ്മയിൽ അല്ലേ, അയാൾ നരേന്ദ്രമോദിയുടെ അത്രയും താല്പര്യമുള്ള ആളായിരുന്നില്ല. ഇപ്പൊ ഈ പോകാൻ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ ആസിയാൻ ഉച്ചകോടി സമയത്ത് മോദിക്ക് പോകേണ്ടതായിട്ടുണ്ട്, മോദി മാറിയിരുന്നു, നല്ല പൊട്ടനം അവിടെ ഉണ്ടായിരുന്നു.
നമ്മുടെ സഖ്യതായി. ട്രംപ് G7 കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞില്ലേ ഒന്ന് അമേരിക്ക ഇറങ്ങിയിട്ടാണ് ഈ മുനീറോടുണ്ട് എന്റെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കാൻ എന്ന് പറയാൻ രണ്ടുപേരും ഒരു പ്രശ്നം വരുന്നത് പൊട്ടണ എന്തും പറഞ്ഞോളെ. അതുപോലെ തന്നെ പുള്ളി ഇപ്പൊ വന്നു പുള്ളിക്ക് അല്ല അതിപ്പോ വന്നതല്ലേ വരുത്തിയതല്ലേ. അതേസമയം ഈ ആസിയാൻ ഉച്ചകോടിയിൽ അവിടെ ചെന്നാലെങ്കിൽ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പറയാം ഞാനെല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ വിളിച്ചനുസരിച്ച് വന്നാണ് മറ്റേ വ്യാപാര കരാർ മറ്റ് റഷ്യയിൽ എണ്ണ മേടിക്കേണ്ടെന്നുള്ള കാര്യം. ഇത് ഓടുമല്ലോ 2 ആഴ്ച, അപ്പോഴത്തേക്ക് പപ്പുവെല്ലാം ഏറ്റെടുക്കത്തില്ലയോ. ഇപ്പൊ ഇതിനകത്ത് ഈ പോകുന്നതിനകത്ത് ഈ അവിടെ ആ രാജ്യവും ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധവും അല്ലെങ്കിൽ പല കരാറുകളും കാര്യങ്ങളും ഒക്കെ കാണും. അതിനകത്ത് അവിടെ സാക്കിർ നായിക് എന്ന് പറഞ്ഞു ഒരുത്തനുണ്ടല്ലോ എയ്ഡ്സ് പിടിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. നമ്മുടെ പപ്പുവിൻ്റെ കൂട്ടുകാരൻ അവനെ തൂക്കാനുള്ള പലവട്ടം ചോദിച്ചിട്ടും കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ നിന്ന് തോന്നിവാസമൊക്കെ പറഞ്ഞ് രാജ്യവിരുദ്ധ പ്രവർത്തനമൊക്കെ നടത്തി അതിനകത്ത് തെളിവുണ്ടായി. ഒരു പക്ഷേ ഇവിടെ നിന്നാൽ ഇനി ജയിലിൽ ഇന്നരം വരെ വെളിയിൽ വരാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് പോയിട്ട് ഇപ്പം മലേഷ്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഒരു പക്ഷേ സാക്കിർ നായിക്കിനെ തിരിച്ച് ഇന്ത്യക്ക് തരുന്നതിന് വേണ്ടിയും അയാളെ ഇവിടെ കൊണ്ടുവച്ച് വിചാരണ നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കൂടിക്കാഴ്ച പ്രയോജനപ്പെടുത്തുമോ എന്നുള്ള രീതിയിലേക്ക് വാർത്തയുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം 1-2 ടൂൾ കിറ്റ് തയ്യാറാക്കാൻ വേണ്ടി പപ്പു ഇവിടുന്ന് പോയത് സാക്കിർ നായിക്കിന്റെ അടുത്താന്ന് പറഞ്ഞ് ദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഏതായാലും മോദിയുടെ പോക്ക് വെറുതെ അല്ലല്ലോ. ഈ പറയുന്ന നേരത്തെ മോദി ആദ്യം വന്ന സമയത്തൊക്കെ ഈ പറയുമായിരുന്നു ചുമ്മാ ടൂറ് പോവാ കേട്ടോ, പുള്ളി വിമാനം കണ്ടിട്ടില്ല കേട്ടോ, പുള്ളി ടൂറ് പോവാ എല്ലായിടവും പോയി ഇങ്ങനെ പോരുവാ, വിമാനം കണ്ടിട്ടൊന്നുമില്ല. ഇപ്പൊ അവന്മാരുടെ എല്ലാം പറച്ചിലങ്ങ് നിന്നു. കാരണം ഇദ്ദേഹം പോകുന്നതും അല്ലെങ്കിൽ അതിന്റെ ആവശ്യവും ചെലവാക്കുന്നതിൻ്റെയൊക്കെ കാര്യം നേരത്തെ പല ആൾക്കാരും പോയതുപോലല്ല, മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള നരേന്ദ്രമോദി ഓരോ രാജ്യത്തും ചെല്ലുമ്പോൾ ആ രാജ്യത്ത് നിന്ന് ഏത് രാജ്യം എന്നാലും അവിടുത്തെ പരമോന്നത ബഹുമതി പുള്ളിക്കാം. അപ്പം ആ രാജ്യത്തും അതിൻ്റെ ഗുണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ രീതിയിലേക്ക് പോകുന്നു. ഏതായാലും മലേഷ്യയുടെ ആ സന്ദർശനം ഇപ്പം ലോകത്ത് വലിയ വലിപ്പത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതിനുശേഷം ഇന്ത്യ ഏതൊക്കെ രീതിയിൽ നയതന്ത്രപരമായിട്ടും അല്ലെങ്കിൽ മറ്റ് പ്രതിരോധ സംവിധാനത്തിലും വ്യാപാരത്തിനകത്തും ഒക്കെ എന്തൊക്കെ കരാർ ഒപ്പിടുന്നു എന്നുള്ള കാര്യം ഒരുപക്ഷെ നേതാക്കന്മാർ തമ്മിൽ ഇത് കഴിഞ്ഞിട്ട് പറയുമായിരിക്കും. ഏതായാലും ഇപ്പം മോദിക്ക് ഒരു വലിയ സ്വീകരണം അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെല്ലുന്നത് പോലെ ഇവിടെയും മോദി തന്നെ സൂപ്പർ സ്റ്റാർ. മലേഷ്യയിലേക്ക് ചെന്ന് കഴിഞ്ഞ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരോട് സംസാരിച്ചതിന് ശേഷം അവർ പറഞ്ഞത് ഈ ഭീകരവാദത്തിനല്ല തീവ്രവാദത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ്. കാരണം ഈ പറയുന്ന അൻവർ ഇബ്രാഹിം എന്ന് പറയുന്ന പുതിയ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ നേരിട്ട് വിമാനത്താവളത്തിൽ എത്തുന്നു. അവിടെ വെച്ച് സ്വീകരിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ 4ാമത്തെ വലിയ ശക്തിയുടെ തലവനെയാണ് സ്വീകരിച്ചുകൊണ്ട് പോകുന്നതിന് ഒരു ബോധ്യമുണ്ട്. മാത്രമല്ല ആസിയാൻ ഉച്ചകോടി അവിടെ നടന്നപ്പോൾ ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല. എന്നിട്ട് പ്രധാനമന്ത്രി പറഞ്ഞത് നമുക്ക് ആസിയാൻ കരാറൊക്കെ പുനഃപരിശോധിക്കാം എന്ന് മാത്രമല്ല ആസിയാൻ രാജ്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പറയുന്നുണ്ട്. ഇവിടെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ നമുക്ക് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ്. ഇത്തരത്തിൽ അങ്ങനെ സൃഷ്ടിക്കുന്ന ഈ രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പത്തിക സഹായം നൽകാനൊക്കെ ഈ മലേഷ്യ തയ്യാറാകുന്നുണ്ട് എന്ന് മാത്രവുമല്ല അവിടുത്തെ ഈ നേതാക്കൾക്കൊക്കെ ഒളിവിൽ പാർക്കാൻ മലേഷ്യ ചില സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള ആരോപണമുണ്ട്. അതുകൊണ്ട് കുറേ കാലമായിട്ട് മലേഷ്യയുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത്ര ദൃഢമൊന്നുമല്ല. പക്ഷേ തമിഴ് വംശജരായ നിരവധി ആൾക്കാർ പണ്ട് മുതലേ മലേഷ്യയിലേക്ക് എത്തിയും അവിടെ ബിസിനസ് സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു. എന്ന് പറഞ്ഞാൽ മലേഷ്യ ഒരു മുസ്ലിം രാജ്യമാണെങ്കിൽ പോലും തമിഴ് വംശജരുടെ ഒരു വലിയ നിര തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ ഇന്ത്യക്കാരുടെ ഒരു വലിയ നിരയുള്ള ആ മേഖലയിലേക്ക് മോദി ചെന്നിറങ്ങുന്നു. എന്നിട്ട് പറയുന്നു തമിഴ് സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾക്കെല്ലാം സഹായം ചെയ്യാം. നമുക്കറിയാം രജനീകാന്തും അജിത്തും ഒക്കെ അഭിനയിക്കുന്ന ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും ചിത്രീകരണമൊക്കെ മലേഷ്യ നടക്കുന്നുണ്ട്. അപ്പോൾ ആ തമിഴ് വംശജർക്ക് വലിയൊരു വേരോട്ടമുള്ള മണ്ണാണ് മലേഷ്യ. അവിടെയാണ് ഈ സാക്കിർ നായിക്കിനെ പോലെയുള്ള ചില ആളുകൾ ഇപ്പോഴും ഒളിവിൽ പാർക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ടാണ് യൂട്യൂബിൽ ഇരുന്ന് പ്രസംഗങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ പലതും ഇന്ത്യ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് അത്തരം നിലപാടുകളുള്ള ഒരു രാജ്യത്തേക്ക് നമ്മൾ പോകണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. നേരത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയൊന്ന് മലേഷ്യയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ ഇറങ്ങിയില്ല. മോദി പങ്കെടുക്കേണ്ട ചടങ്ങിലൊക്കെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ വരെ നമ്മൾ അയച്ചിട്ടുണ്ട്. കാരണം ആ രാജ്യത്തിൻ്റെ നിലപാടുകളോടുള്ള പ്രതിഷേധമാണ്. മോദി വരാനും മാത്രമൊന്നും ആയിട്ടില്ല എന്നവരെ അറിയിക്കുകയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിലുള്ള ഒരുക്കങ്ങൾ വന്നപ്പോൾ തന്നെ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ വാർത്തകൾ നൽകുന്നു. മോദിയുടെ നിലപാടുകളെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാനായിട്ട് തയ്യാറാകുന്നു. അങ്ങനെയാണ് ഈ തീവ്രവാദ ഭീകരവാദ ബന്ധത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കരുതെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടത്. ഇത് വളരെ കൃത്യമായ സൂചനയാണ്. അതായത് ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഒക്കെ നിങ്ങൾ ചില സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, ഭീകരവാദത്തെയും തീവ്രവാദത്തെയും എതിർക്കുന്ന നിലപാടാണ് ഞങ്ങളുടേത്, അതിനകത്ത് നിങ്ങൾ വെള്ളം ചേർക്കരുതെന്ന് അവിടുത്തെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പറയുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ആസിയാൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഇതിന് വലിയ ശക്തി പകരുകയും മലേഷ്യ നമ്മൾ ചേർത്ത് നിർത്തുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ
ഇന്ത്യക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന മലേഷ്യൻ നിലപാടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഇപ്പം പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട്, അവർക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്, ഇന്ത്യയുമായിട്ട് നേരിട്ടൊരു വെല്ലുവിളിക്ക് ഇറങ്ങി തിരിക്കരുതായിരുന്നുവെന്ന്. അത് മനസ്സിലാക്കുന്ന മലേഷ്യ ഒരു പക്ഷേ തന്ത്രങ്ങൾ മാറ്റാനും അവരുടെ നയതന്ത്രത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനും അവർ ബോധപൂർവ്വം ശ്രമിക്കും. മാത്രമല്ല, മോദിയെ ചേർത്ത് പിടിച്ചു നിൽക്കാൻ ഇനി അവർ തയ്യാറാകുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.